സൂര്യൻ എന്നും മനുഷ്യന് കൗതുകമാണ്. സൂര്യന്റെ ഉദയവും അസ്തമയവും ഒക്കെ ദൂരെ നിന്നും കണ്ട് ആസ്വദിക്കുകയും സൂര്യന്റെ ചൂടിനെ പഴിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ സൂര്യന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകൾ ഒരുപാടുണ്ട്. ഇനിയും പരിഹരിക്കപ്പെടാത്ത നിരവധി ചോദ്യങ്ങളുമുണ്ട്. ഇവയിൽ ഏറ്റവും വലിയ രഹസ്യം കൊറോണ എന്ന് വിളിക്കപ്പെടുന്ന സൂര്യന്റെ പുറംപാളിയാണ്. സൂര്യന്റെ ഉപരിതലത്തേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് ചൂടാണ് ഈ പാളിക്ക്. പക്ഷെ എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര ചൂട് കൂടുതലെന്ന് ശാസ്ത്രജ്ഞർക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയിരിക്കെയാണ് ഇപ്പോഴിതാ 2025 ഫെബ്രുവരി 27-ന് നാസ പഞ്ച് എന്ന വിപ്ലവകരമായ ദൗത്യം ആരംഭിക്കാൻ പോകുന്നത്. പോളാരിമീറ്റർ ടു യൂണിഫൈ ദ കൊറോണ ആൻഡ് ഹീലിയോസ്ഫിയർ എന്നതാണ് പഞ്ചിന്റെ പൂർണ്ണരൂപം. സൂര്യന്റെ പുറംപാളിയുടെയും അതിൽ നിന്ന് പുറപ്പെടുന്ന സൗരവാതകങ്ങളുടെയും നിഗൂഢതകൾ നീക്കം ചെയ്യാൻ ഈ ദൗത്യം സഹായിക്കുമെന്നതാണ് പ്രതീക്ഷ. ഇനി നോക്കാം എന്താണ് പഞ്ച് മിഷൻ എന്ന്. ഏതൊക്കെ നിഗൂഢതകളാണ് പഞ്ച് മിഷൻ പരിഹരിക്കുക എന്നത്. സൂര്യന്റെ പുറംപാളിയായ കൊറോണയെയും സൗര അന്തരീക്ഷത്തെയും പഠിക്കുന്നതിനായി നാസ രൂപകൽപ്പന ചെയ്ത ഒരു പുതിയ ബഹിരാകാശ പര്യവേഷണ പദ്ധതിയാണ് പഞ്ച് മിഷൻ. 4 ചെറിയ ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടം സൂര്യനെ ചുറ്റുന്നതിനിടയിൽ അതിന്റെ വിശദമായ ചിത്രങ്ങൾ അയക്കും. സൗരോർജ്ജ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നിരീക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ ഡാറ്റ ഭൂമിയിലെ നിരീക്ഷണാലയങ്ങളിലേക്കും ബഹിരാകാശ ദൗത്യ നിയന്ത്രണ കേന്ദ്രത്തിലേക്കും അയക്കും. സൗരവാതകങ്ങൾ, കൊറോണ മാസ് എജക്ഷൻ, ബഹിരാകാശ കാലാവസ്ഥ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാനും ഈ ദൗത്യം സഹായിക്കും. പഞ്ച് മിഷൻ സൂര്യനിൽ നിന്നുള്ള സൗരവാതകങ്ങളുടെ ഉദ്ഭവവും ചലനവും അറിയാൻ സഹായിക്കുന്നു. സൂര്യൻ സൗരവാതകങ്ങൾ എന്നറിയപ്പെടുന്ന ചാർജിത കണങ്ങളെ ബഹിരാകാശത്തേക്ക് നിരന്തരം പുറത്തുവിടുന്നുണ്ട്. സൗരവാതം ഭൂമിക്കരികിൽ എത്തുമ്പോൾ അത് ഭൂമിയുടെ കാന്തിക മണ്ഡലവുമായി പ്രവർത്തനം നടത്തുകയും അറോറ അഥവാ ധ്രുവദീപ്തി പോലുള്ള മനോഹരമായ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു. പക്ഷെ ചിലപ്പോൾ ഇത് ഭൂമിക്ക് അപകടകരവുമാണ്. സൗരവാതകങ്ങളുടെ ഉറവിടവും അവയുടെ വേഗതയും മനസ്സിലാക്കാൻ പഞ്ച് ദൗത്യം സഹായിക്കും. സൗര കൊടുങ്കാറ്റുകൾ പ്രവചിക്കാൻ സഹായിക്കുന്നുണ്ട്. സൂര്യനിൽ ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ അവ സൗര കൊടുങ്കാറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന ശക്തമായ ഊർജ്ജ കണികകളെ ഭൂമിയിലേക്ക് അയക്കുന്നു. ഈ കൊടുങ്കാറ്റുകൾ നമ്മുടെ ആശയവിനിമയ സംവിധാനങ്ങൾ, GPS സംവിധാനങ്ങൾ, ബഹിരാകാശത്തെ ഉപഗ്രഹങ്ങൾ എന്നിവയെ തകരാറിലാക്കും. ഈ കൊടുങ്കാറ്റുകളുടെ ഉത്ഭവവും അവയുടെ ആഘാതങ്ങളും മനസ്സിലാക്കാൻ പഞ്ച് ദൗത്യം സഹായിക്കും. അതുവഴി ഭാവിയിൽ അവയുടെ പ്രവചനം മെച്ചപ്പെടുത്തും. ബഹിരാകാശ കാലാവസ്ഥയിലെ ആഘാതം മനസ്സിലാക്കാൻ ഇത് സഹായിക്കും എന്നുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തെയും ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യത്തെ പോലും ബാധിക്കുന്ന പ്രതിഭാസങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്താൻ പഞ്ച് ദൗത്യം സഹായിക്കും. ഇതിലൂടെ ബഹിരാകാശ കാലാവസ്ഥയെക്കുറിച്ചുള്ള ധാരണയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പഞ്ച് ദൗത്യത്തിന് കഴിയും. ചൊവ്വയുടെയും മറ്റ് ഗ്രഹങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കാൻ സഹായിക്കുന്നു. ബഹിരാകാശ ഏജൻസികൾ ഭാവിയിൽ ചൊവ്വയിൽ മനുഷ്യവാസം ആസൂത്രണം ചെയ്യുന്നുണ്ട്. പക്ഷേ സൗരവാതകങ്ങളും വികിരണങ്ങളും അവിടെയും മനുഷ്യരെ ബാധിച്ചേക്കാം. ഈ വശങ്ങൾ മനസ്സിലാക്കാൻ പഞ്ച് മിഷൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ പഞ്ച് മിഷനിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ ഭൂമിക്ക് മാത്രമല്ല ചൊവ്വയ്ക്കും മറ്റ് ഗ്രഹങ്ങൾക്കും ഒരുപോലെ പ്രധാനമാണ്. ഇനി പഞ്ച് മിഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കൂടി നോക്കാം. ഏറ്റവും ഉയർന്ന റെസല്യൂഷനിൽ സൂര്യന്റെ ഉപരിതലത്തിൽ നിന്നും ചിത്രങ്ങൾ പകർത്താൻ ശേഷിയുള്ള 4 ഉപഗ്രഹങ്ങൾ ചേർന്നതായിരിക്കും പഞ്ച് ദൗത്യം. ഈ ചെറിയ ഉപഗ്രഹങ്ങൾ സൗരവാതകങ്ങളിലൂടെയും കൊറോണ മാസ് എജക്ഷനിലൂടെയും ത്രിമാന ചിത്രങ്ങൾ സൃഷ്ടിക്കും. ഇത് ശാസ്ത്രജ്ഞർക്ക് സൂര്യനെയും അതിന്റെ ഫലങ്ങളെയും കുറിച്ചുള്ള സമഗ്രമായ ഒരു കാഴ്ച നൽകും. സൗരോർജ്ജ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നിരീക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ ഡാറ്റ ഭൂമിയിലെ നിരീക്ഷണാലയങ്ങളിലേക്കും ബഹിരാകാശ ദൗത്യ നിയന്ത്രണ കേന്ദ്രങ്ങളിലേക്കും അയക്കും. ഇത് ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർക്ക് ഗുണകരമാകും. കാരണം പഞ്ച് മിഷൻ നാസയാണ് പ്രവർത്തിപ്പിക്കുന്നതെങ്കിലും ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർക്ക് അതിലെ ഡേറ്റ ഉപയോഗിക്കാൻ സാധിക്കും. നാസ ഫെബ്രുവരി 27-ന് വിക്ഷേപിക്കുന്ന പഞ്ച് ദൗത്യത്തിന് വരും വർഷങ്ങളിൽ ബഹിരാകാശ ശാസ്ത്ര ലോകത്തിന് പുതിയ മാനങ്ങൾ നൽകാൻ കഴിയുമെന്ന് ഉറപ്പാണ്. സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനായി ISRO അടുത്തിടെ ആദിത്യ L1 ദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. പഞ്ച് ദൗത്യം പോലെ സൂര്യനെ പഠിക്കുന്ന ദൗത്യമാണിതും. അത്തരമൊരു സാഹചര്യത്തിൽ പഞ്ച് മിഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഇന്ത്യൻ ശാസ്ത്രജ്ഞർക്ക് കൂടുതൽ പ്രയോജനകരമാകുമെന്നതിനും സംശയമില്ല.